ഇന്നലെ തൊട്ടിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച രാവിലെ തൊട്ടിട്ടും നല്ല മഴയാണ്, രാത്രി തൊട്ടിട്ട് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുക മഴ. അപ്പോൾ ബേബിക്കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസമാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. അപ്പം നല്ല മഴയാണല്ലോ, നിർത്താതെ പെയ്യുന്ന മഴയാണ് കേട്ടോ പാലക്കാട് ജില്ലയിലൊക്കെ. അതുപോലെ ഒരുപാട് സ്ഥലത്തുണ്ട് തോന്നുന്നുണ്ട്. അപ്പം സമയം ഒരു 6:45 ആവണേ ഉള്ളൂ കേട്ടോ. ഞാനപ്പോൾ 6:30 കഴിഞ്ഞപ്പോൾ എണീറ്റു. ബേബി ഇതാ ഇങ്ങോട്ട് തലവെക്കണതിന് പകരം അങ്ങോട്ട് തലവെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. സ്കൂളുണ്ടല്ലോ, അപ്പോൾ 7 മണിക്കാണ് ഞാൻ അവളെ എന്നെ വിളിക്കുക. ശനിയാഴ്ച എന്താ അവ സ്കൂളും വെച്ചു. അപ്പോൾ അമ്മ അമ്മോട് ഞാൻ ഹായ് പറയണേ. രാവിലെ എണീറ്റാൽ തന്നെ അമ്മ ചായ വെക്കും. ചായ പിന്നെ അതുപോലെ തന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. അമ്മ ഉരുളൻകിഴങ്ങൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ ഒരു ബിരിയാണി പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ അവൾ കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പല്ല് തേക്കാൻ പോവാണ്. എണീറ്റ് ഉടനെ തന്നെ പല്ല് തേക്കണം, എനിക്ക് അങ്ങനെയാണ്. അല്ലാതെ കുറച്ച് നേരം ഇരിക്കുക അതൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പല്ല് തേക്കണം കേട്ടോ. പിന്നെ അമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉരുളൻകിഴങ്ങ് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തറിയോ, പ്രാവശ്യം എപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ട് നിൽക്കല്ലേ ചെയ്യാറ്. അപ്പോൾ എനിക്കൊരു ട്രൈപ്പോഡ് ഉണ്ട്, ട്രൈപ്പാഡ് അതുണ്ട്. അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യില്ലേ, ഇങ്ങനെ ഈ ഓരോരുത്തരും നമ്മൾ ഓരോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് കണ്ടിട്ടില്ലേ. ട്രൈപ്പോഡ് വെച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, അടുക്കളപ്പണി ചെയ്യുന്നു. ആ ട്രൈപ്പോഡ് വെച്ചിട്ട് അവർ എല്ലാ പണികളും ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് വല്ലാണ്ട് അറിവൊന്നുമില്ല. എനിക്ക് ഈ ട്രൈപ്പോഡ് വെച്ചിട്ട് അങ്ങോട്ട് നടക്കുക ഓരോ പണികൾ ചെയ്യുക, അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. ബുദ്ധിമുട്ടൊക്കെ മാറി ഇനി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കാനുള്ളതല്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ വീട്ടിലെല്ലാ കാര്യങ്ങളും കാണിക്കുക, അങ്ങനെ എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. ചിലവർ ചെയ്യണവരുണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ പേഴ്സണൽ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ട്രൈപ്പോഡ് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അമ്മോട് പറഞ്ഞു ക്യാമറ ഓണാണ്, അമ്മ എന്താ വെച്ചാൽ ചെയ്തോളൂ. അത് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉരുളൻകിഴങ്ങ് വറുക്കാനുള്ള പണിയിലാണ്. ഓയിലാണ് ഒഴിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ വെളിച്ചെണ്ണയും ഓയിലും രണ്ടും ഉപയോഗിക്കുക. ഈ കുപ്പി നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല കുപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ഈ കുപ്പിയൊക്കെ ചെറിയ സാധാ കുപ്പിയിലൊക്കെ ആക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പി നല്ലതാണ്. ഇതാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അവൾ. ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് നോൺ ഐറ്റംസ് ഒന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളൻകിഴങ്ങ് ഫ്രൈ, അതുപോലെ തന്നെ അവൾ പിന്നെന്താ ചമ്മന്തി, നാളികേര ചമ്മന്തി, ഉള്ളി ചതച്ചത്, സോയാബീൻ, ഒരുവിധം അങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടുപോവുള്ളൂ. പലഹാരങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല. ഏതോ ഒരു കൊല്ലത്തെ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ, ദോശ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ തന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി. അതുപോലെ സ്നാക്സ് എന്തോ ഒരു സാധനം ആക്കി വെച്ചു കേട്ടോ. മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റോ തോന്നുന്നുണ്ട്, അതും ആക്കി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കൊരു ചോറും മുട്ടയും, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഉള്ളി ചമ്മന്തി, അതുപോലെ ഉള്ളി ചതച്ചത്, കോഴിമുട്ട, അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുക. അമ്മയും പറയും, അമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചോറ്റും പാത്രം തുറന്നു കഴിഞ്ഞാൽ ആ ഉള്ളി ചമ്മന്തിയുടെ മണക്ക് അങ്ങനെ എടുക്കും പുറത്തേക്ക് എന്ന്. നല്ല രസമല്ല അതൊക്കെ കൊണ്ടുപോകാൻ. ഇവൾക്ക് എന്ന് പറഞ്ഞാൽ ഈ നോണ് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് കേട്ടോ. പക്ഷേ ഇന്നും നടക്കാറില്ല. പൊതിച്ചോറ് എപ്പോഴും വിചാരിക്കും ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് നടക്കാറില്ല. അപ്പോൾ എന്നും അമ്മ ഇങ്ങനെ ഈ പണി ചെയ്യുമ്പോൾ വേദുക്കുട്ടൻ അടുത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. എന്നും അവൻ അങ്ങനെയാണ്. അവൻ നേരത്തെ ഇരിക്കും ചെയ്യും. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം അവൻ നേരത്തെ കിടന്നുറങ്ങും ചെയ്യും. ഒരു 8 മണി 7:30 ആ ടൈമിൽ അങ്ങോട്ട് കിടന്നുറങ്ങും. രാവിലെ ഒരു 6:30 6:45 ചിലപ്പോൾ 7 മണി ആ ടൈമിൽ അവൻ എഴുന്നേൽക്കും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് അവൻ ചെയ്യാറ്. അവൻ്റെ ആ റുട്ടീൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ സ്നാക്സ് ആക്കാൻ സ്റ്റോർ റൂമിലേക്ക് പോവാണ് കേട്ടോ. സ്നാക്സിൻ്റെ ഇതൊക്കെ സ്റ്റോർ റൂമിലാണ് വെക്കാറ്. അവൻ കാണാതെ ഞാൻ കൊണ്ടുവരണം. കാരണം രാവിലെ എണീറ്റാൽ തന്നെ അവൻ ആ ബിസ്ക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവനെ പല്ല് തേക്കാതെ പോലും പറയും അവൻ ബിസ്ക്കറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവനെ കാട്ടില്ല. പക്ഷേ ഈ ക്യാമറയിൽ കാണിക്കുന്നത് അവൻ കണ്ടു. എന്താന്ന് ചോദിച്ചിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 7 മണിയായി. ഞാൻ അവളുടെ സ്നാക്സ് ആക്കാൻ പോവാണ് കേട്ടോ. സ്നാക്സ് ആക്കി, അതുപോലെ തന്നെ വെള്ളവും ആക്കി വെച്ചു. ലഞ്ച് അമ്മ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രൈപ്പോഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഇനിയിങ്ങനെ ഇതായിട്ട് വരും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിട്ട് വരും. അപ്പോൾ 7 മണി ക്ലോക്കിൽ ടൈം 7 മണിയായി. 7 മണി ആയി കഴിഞ്ഞാൽ ഞാൻ അവളെ വിളിക്കും. അതെന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്കൂളിലെ ദിവസമാണ് 7 മണിക്ക് ഞാൻ അവളെ തന്നെ വിളിക്കും. ഇങ്ങനെ കിടന്നുറങ്ങണമെന്ന് ചോദിച്ചൊക്കെ അറിയില്ല. അങ്ങോട്ട് തല വെച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങിയത്. അവൾ അങ്ങനെയാണ്. അവൾക്ക് ഇങ്ങനെ വട്ടം ചുറ്റി വരും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഉണ്ണിയെ ക്യാമറ ഉണ്ട്, ഞാൻ ട്രൈപ്പോഡ് വെച്ചിട്ട് ക്യാമറ അവിടെ ഇരിക്കുന്നത്, എഴുന്നേറ്റ് വരുമ്പോൾ മെല്ലെ എഴുന്നേറ്റ് വരണം കേട്ടോ പറയണേ. ശരിയാണ്, നല്ല തണുപ്പ്. സ്കൂളില്ലെങ്കിൽ നല്ല സുഖമായി മൂടിപ്പതിച്ച് ഒരു 8 മണി 9 മണി വരെ കിടന്നുറങ്ങുന്ന കുട്ടിയാണ്. പക്ഷേ പറ്റില്ലല്ലോ, സ്കൂളുണ്ട് എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നമ്മൾ. പറയുടെ കേൾക്കും നിങ്ങൾ ലാസ്റ്റ് കേൾക്കണം. അപ്പോൾ അത് അമ്മ അവൾക്ക് ലഞ്ചാക്കി കേട്ടോ.
നമ്മുടെ ബിരിയാണിയാണ് ആക്കി കൊടുത്തത്. ബിരിയാണി എന്ന് പറയാം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മുട്ട ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ എന്തിട്ടാലും അങ്ങനെയാവുമല്ലോ. ഉരുളൻകിഴങ്ങ് വേദു അമ്മ ബേബിക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ വേദു പറയണം അടുത്ത് നിന്നിട്ട് ഇത്ര തോനെയൊന്നും ബേബിക്ക് ഇടണ്ട, കുറച്ച് മതി. അയ്യോ ഇത് തോനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെയും വേണമെന്നാണ് പറയുന്നത്. അവൻ രാവിലെ തന്നെ പിന്നെ ഇത് കഴിക്കാൻ തുടങ്ങും കേട്ടോ. പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ചിട്ടോ പിന്നെ പോയിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ അവൻ അത് കഴിക്കാൻ തുടങ്ങും. പലഹാരമൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവൻ അത് കഴിക്കാൻ തുടങ്ങും. അതാണ് അവൻ്റെ പണി. പിന്നെ ഇപ്പോൾ ആ വാശി പിടിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോട്ടേ എന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ ബിരിയാണി ചോറ് അങ്ങനെ കഴിച്ചിട്ട് എന്ന് ഉരുളൻകിഴങ്ങ് ഉപ്പേരി കഴിച്ചത്. അപ്പോൾ അവളിത് എഴുന്നേറ്റ് ഉടനെ തന്നെ അവൾക്ക് കുറച്ച് ലാഗാണ് കേട്ടോ ഓരോ കാര്യത്തിന്. പല്ല് തേക്കാനൊക്കെ നല്ല മടിയെന്ന് വെച്ചാൽ മടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പല്ലേക്കൊന്നുമില്ല, നമ്മളിങ്ങോട്ട് പുഷ് ചെയ്ത് വിടണം. ഞാൻ അങ്ങനെയല്ല, ഞാൻ എണീറ്റ് ഉടനെ തന്നെ പല്ലേക്ക്. അവളുടെ അച്ഛനെ പോലെ കേട്ടോ, പല്ല് തേക്കലൊക്കെ മെല്ലെയാണ്. അപ്പം ഞാൻ അങ്ങനെ പറയണേ എൻ്റെ ബേബിക്കുട്ടി ഒന്ന് പോയി പല്ലേക്ക് വേദു ഇങ്ങനെ ചില ദിവസം വേഗം പോയി പല്ലേക്കും, ചില ദിവസം അവനും മടി തോന്നും കേട്ടോ. പിന്നെ കുട്ടികളല്ലേ നമ്മൾ പോയി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കും, സാരമില്ലാന്ന്. അപ്പം അമ്മ അതാ അവളുടെ ലഞ്ച് ഒക്കെ കെട്ടിക്കൊടുത്തു. ഒരു ടവൽ വേണം, അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ലഞ്ച് കെട്ടി കൊടുക്കുമ്പോൾ ടവലൊക്കെ വേണം. അതൊക്കെ കെട്ടി കിറ്റൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അമ്മ അടുത്ത ഡ്യൂട്ടി അമ്മയുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം, ഇവിടെ മിക്ക ദിവസം ദോശയാവും. മടുത്തു. ഇഡ്ഡലി, നൂൽപ്പിട്ട്, വെള്ളയപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായി ഗൈസ്. കൂടുതൽ ഈ ഗോതമ്പിൻ്റെ പലഹാരം ഉണ്ടാക്കി മടുത്തു ഇപ്പോൾ. അപ്പം അമ്മ ഇഡ്ഡലി ഉണ്ടാക്കണത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ തട്ട് ഇത് ഒരു ഇഡ്ഡലി പാത്രം ഞങ്ങൾ മുന്നേ എപ്പോഴും ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അത്ര നന്നായിരുന്നില്ല. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ കടയിൽ നിന്ന് വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ എല്ലാറ്റിൻ്റെയും. അപ്പോൾ അതാ ഇഡ്ഡലി ചെമ്പിൽ എണ്ണ ആദ്യം ഒന്ന് തടവിയിട്ട് ഇഡ്ഡലിയുടെ ഇതൊക്കെ ബാറ്റർ ഒഴിക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ദോശയായിട്ടും വേണമെങ്കിൽ ഇതാക്കാം. ഇഡ്ഡലിക്കാവുമ്പോൾ കുറച്ച് കട്ടിയിൽ, ദോശയ്ക്കാവുമ്പോൾ കുറച്ച് ലൂസായിട്ടും ഇതാക്കാമല്ലോ. പിന്നെ ദോശയൊന്നും ഉണ്ടാക്കണമല്ലേ വെച്ചിട്ട് അമ്മ ഇഡ്ഡലി ആക്കി കേട്ടോ. അപ്പോൾ വേദു ഇവിടെ അങ്ങനെ ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട് കണ്ടോ. എപ്പോഴും അമ്മയുടെ കൂടെ ഇവ ഉണ്ടായിരിക്കും. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും. പണ്ടൊക്കെ അമ്മേനെക്കാട്ടിലും അറ്റാച്ച് കൂടുതൽ അവനെ എന്നോടായിരുന്നു കൂടുതൽ. ഇപ്പം ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വന്ന ടൈമിലൊക്കെ കൂടുതൽ അമ്മയുടെ അടുത്തേക്ക് പോകില്ല. എന്നിട്ട് അമ്മ പറയും എപ്പോഴും അവൻ്റെ അമ്മക്കുട്ടിയാണ്, അമ്മമ്മേനെ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം എപ്പോഴും അമ്മമ്മക്കുട്ടിയാണ്. അപ്പം അമ്മയ്ക്ക് സമാധാനമായി ഉണ്ടാവും. ചില നേരത്തെ അമ്മ പറയൂ എപ്പോഴും എൻ്റെ പിന്നാലെ നടക്കാതെ ഈ അകടെങ്കിലും പോന്ന് പറയും കേട്ടോ. ഇവരെല്ല ആള് അവൻ ഫുൾ ടൈം അമ്മയുടെ പിന്നാലെ തന്നെ നടക്കും. അമ്മ എന്താ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നടക്കും കേട്ടോ. അപ്പം ഞാൻ നല്ല മഴ പെയ്യാണല്ലോ, വടുക്കുറത്തൊക്കെ നിന്നൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വരികയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ, ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് പറയും, അങ്ങനെ ഓരോന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കണേ. അത്രയ്ക്ക് മഴയാണ് ഗൈസ്. ഇങ്ങനെ മഴ ഉണ്ടായിട്ടില്ല. മറ്റേത് പാലക്കാട് ജില്ലയ്ക്ക് ഇത്ര മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മഴ പൊതുവേ കുറവായിരുന്നു. ഇപ്പോൾ ഇന്നലെ തൊട്ടിട്ടാണ്, വെള്ളിയാഴ്ച തൊട്ടിട്ടാണ് ഇങ്ങനെ ഒരു നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അമ്മമ്മയും കുട്ടിയും ഇങ്ങനെ മഴ ആസ്വദിച്ചിരിക്കുന്ന രംഗമാണ് കാണുന്നത്. അമ്മ ദാ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7:30 ആകുമ്പോൾ മുടി കെട്ടാൻ നിന്നപ്പോഴാണ് അറിയുന്നത് പാലക്കാട് ജില്ലയ്ക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന്. ബേബിയുടെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ടീച്ചർക്ക് വിളിച്ചു. ടീച്ചർ പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു. ഇത് തലേ ദിവസം പറയായിരുന്നു. വേദുവിനെ ബാലവാടിയും ഇല്ല. അപ്പോൾ അവളൊക്കെ റെഡി ആയിട്ട് നിന്നതായിരുന്നു മുടി കെട്ടാൻ. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ സ്കൂളില്ല. പക്ഷെ അവൾക്ക് ഉറങ്ങാനും പറ്റിയില്ല, കാരണം രാവിലെ എണീറ്റല്ലോ ഒക്കെ. അപ്പോൾ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ വിചാരിച്ചു തന്നെ മുടി മടഞ്ഞിട്ട് കൊടുക്കാം, ഏതായാലും ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ശരിക്കും ഇത് തലേ ദിവസം പറയേണ്ടതായിരുന്നു. പിന്നെ ഇപ്പോൾ കളക്ടർക്ക് നോക്കിയും കണ്ടിട്ടല്ലേ ലീവ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാലവാടിയിൽ ലീവായിരുന്നു കേട്ടോ. ഈ ബാലവാടിക്ക് ഇങ്ങനെ ലീവ് കിട്ടണത് ഇങ്ങനെ കളക്ടർക്ക് അവധി പ്രഖ്യാപിച്ചു മഴയുള്ള ദിവസമൊക്കെയാണ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ബാലവാടി ടീച്ചർ അജിത മേമനെ വിളിച്ച് ചോദിച്ചു. അജിത മേമ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ അവധിയാണ്, കുട്ടികളൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തിങ്കളാഴ്ച ബാലവാടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒരു തിങ്കളാഴ്ചയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ 7:30 അറിഞ്ഞുകൊണ്ട് 7:15 ആ ടൈമിലൊക്കെ നമ്മളിപ്പോൾ ഫോൺ നോക്കിയില്ലെങ്കിൽ നമ്മളിത് അറിയില്ല. ശരിക്കും ബസ് നോക്കി നിൽക്കും, ആകെ പ്രശ്നമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ നമ്മളാണെങ്കിലും പെട്ടെന്ന് ഫുൾ ടൈം ഇത് നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ. ന്യൂസ് രാവിലെ ആണെങ്കിൽ വെച്ചൂല്ല. അപ്പം അങ്ങനെ ഞാൻ എന്താ മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. കിറ്റിലാക്കി വെച്ച സ്നാക്സും ലഞ്ച് ബോക്സും വെള്ളം കുപ്പിയൊക്കെ അതേപടി എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ.
അപ്പോൾ അതേപടി അവളത് എടുത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒരു 8 മണി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുളിച്ച് വന്നു. എന്നിട്ട് ഞാനിങ്ങനെ അവളോട് ചോദിക്കുകയാണ് കേട്ടോ, ക്ലാസ്സില്ല എനിക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുകയാണേ. എൻ്റെ ഈ ടോപ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, മറ്റേ ഫ്രോക്ക് നൈറ്റ്. ഇങ്ങനത്തെ ഫ്രോക്ക് നൈറ്റ് ഒരുപാട് ഓൺലൈനിൽ നിന്നും കിട്ടും കേട്ടോ, നല്ല അടിപൊളിയാണ്. നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു രസത്തിന് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ഇഡ്ഡലിയും ചട്നിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഒരു ഇഡ്ഡലി ആട്ടോ കഴിച്ചത്. അത് കഴിച്ചു. പിന്നെയും കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ചിരുന്നു. തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്തോ ഒരു ആവശ്യത്തിന് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്താണെന്നൊക്കെ ഓർമ്മയില്ല. ഏട്ടൻ്റെ അടുത്തേക്കോ അതോ എന്തിനാണ്, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടണില്ല. അമ്മ എന്തിനാണ് പോയത് എന്നൊക്കെ ഓർമ്മ ഉണ്ട്. അമ്മ എന്തിനാണ് പോയതെന്ന് അറിയില്ല അത്ര. അങ്ങനെ പിന്നെ ഞാനൊരു ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങി. എപ്പോഴെങ്കിലും നമുക്ക് വീട് ക്ലീൻ ആക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു കേട്ടോ, തുണികളും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ക്ലീനാക്കി, എല്ലാവരുടെയും ഫുള്ള് ക്ലീനാക്കി കേട്ടോ. മേശപ്പുറമൊക്കെ ആകതായിട്ട് കിടക്കായിരുന്നു, അതൊക്കെ റെഡിയാക്കി. ചില സമയത്ത് എനിക്കിങ്ങനെ ക്ലീൻ ആക്കാൻ തോന്നുള്ളൂ. ഷോക്കേസൊക്കെ ഞാൻ മുന്നേ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു വാരി തുടക്കിലും അവിടെയൊക്കെ തുണികൾ ഫുള്ള് കിടക്കണ്ടായിരുന്നു, നമ്മുടെ സാരികൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ റൂമിലും ഒക്കെ തുണികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അച്ഛൻ വരണ ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെയൊക്കെ റെഡിയാക്കി. പിന്നെ ജനലോളൊക്കെ ഒന്ന് തുറന്നിട്ടു, കാറ്റൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് അച്ഛൻ വന്നു, വേദുക്കുട്ടൻ്റെയും ബേബിയുടെയും ചാച്ചൻ, അതായത് എൻ്റെ അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ 1 തീയതിയാണ്, എല്ലാ മാസം 1 തീയതിയാണ് വരിക. അപ്പോൾ ഏട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടത്തിന് പോവുക കേട്ടോ. അപ്പോൾ മഴ പെയ്ത കാരണം അച്ഛനോടൊന്നും അങ്ങോട്ട് ആക്കിത്തരാൻ പറഞ്ഞു. അച്ഛൻ അപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളൂ, വേറൊരു ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് അറിയാലോ, ആകാംക്ഷയാവും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇത് മീനൊക്കെ കേട്ടോ, പുറത്ത് നമുക്ക് മീൻകാരൻ വന്നില്ല എന്ന്. അപ്പോൾ അച്ഛനോട് ഏതായാലും കറുവത്തൂരിൽ നിന്ന് വരുമ്പോൾ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അയില മത്തി മതിയായിരുന്നു എന്ന് പറയുമായിരുന്നേ. അയില അമ്മയ്ക്ക് ഇഷ്ടമാച്ചിട്ടാണ് അച്ഛൻ വാങ്ങിയത്. അമ്മ പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നും കൂട്ടൊന്നുമില്ല, മത്തി അമ്മ കൂട്ടില്ല. അപ്പോൾ അത് അച്ഛൻ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, മിഠായി പിന്നെ കേക്ക് അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേദുവിന് കൊടുത്തു. വേദുവിന് ഈ ചാച്ചൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ചാച്ചൻ്റെ കൂടെ കളിക്കണം, ചാച്ചൻ്റെ കൂടെ അങ്ങോട്ട് പോകണം, പിന്നെ ഇന്ന് ചാച്ചൻ ബാലവാടിക്ക് കൊണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ അത് നടന്നില്ല അല്ലേ, ബാലവാടിയിൽ നിന്ന് ലീവ് അവധി പ്രഖ്യാപിച്ചു. അപ്പോൾ പിന്നെ അച്ഛൻ കുറേ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കേക്കും അച്ചപ്പമാണ് കൊണ്ടുവന്നത്. അച്ചപ്പം അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ, പക്ഷേ ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ കഴിക്കിട്ടത്. എത്രയും പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കുട്ടികൾ കഴിച്ചു, പിന്നെ കുറച്ചൊക്കെ അച്ഛനും അമ്മയൊക്കെ കഴിച്ചു. പിന്നെ ഇതാ അയില നന്നാക്കുന്ന ഇതിലേക്ക് പോയി. ഞാനപ്പോൾ ഫുള്ള് ക്ലീനിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ കുക്കിങ്ങൊക്കെ അമ്മയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അയില എന്നാൽ വറക്കും ചെയ്യാം വെക്കും ചെയ്യാമെന്നായിരുന്നേ. നല്ല അയിലയാണോ എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടായില്ല, കുഴപ്പമില്ല. കുട്ടിയാൾ പറയണല്ലോ, ഞാൻ അങ്ങനെ വറുത്തതൊന്നും കൂട്ടിയില്ല, വെച്ചതിൻ്റെ കഷ്ണം മാത്രം ഒന്നും കൂട്ടി, വലിയ കുഴപ്പമില്ല തോന്നുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തോ അകത്തിരിക്കുമ്പോൾ ഈ വണ്ടി പോയി, ഫ്രൂട്ട്സിൻ്റെ വണ്ടി പോയി. ആ ഫ്രൂട്ട്സിൻ്റെ വണ്ടി പോയപ്പോൾ അവൻ പെട്ടെന്ന് എവിടുന്നോ ചാടി വന്നു, അമ്മ എനിക്ക് ആപ്പിൾ വേണം അല്ലെങ്കിൽ ഓറഞ്ച് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാം, എല്ലാം ഒന്നും വാങ്ങിത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങനെ ഈ ചൊവ്വ ഞായറാഴ്ച അങ്ങനെയൊക്കെ വരാറുണ്ട്. ചില ദിവസം വാങ്ങും, എപ്പോഴെങ്കിലൊക്കെ വാങ്ങാറുള്ളൂ, ഞങ്ങൾ എപ്പോഴൊന്നും വാങ്ങാറില്ല. പിന്നെ നല്ല വിലയാണ് ഫ്രൂട്ട്സിനൊക്കെ. കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ നമ്മുടെ റംബൂട്ടാനും പ്ലമ്മും വാങ്ങി. പക്ഷേ പ്ലം ചീറ്റിപ്പോയിട്ടോ, മധുരം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു വട്ടം കൂട്ടുപാതയിൽ നിന്ന് പ്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു പ്ലം ആയിരുന്നു. പക്ഷേ ഇത് എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല. പക്ഷേ റംബൂട്ടാൻ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള റംബൂട്ടാനായിരുന്നു കേട്ടോ. പിന്നെ ബേബി മുന്തിരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അയാളുടെ മുന്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മറ്റേ ചക്കരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് ചോദിച്ചു, പക്ഷേ ചക്കരക്കിഴങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അധികമൊന്നും വാങ്ങിയില്ല. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതെനിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ വരെ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് ടേസ്റ്റ് ഇല്ലയെന്ന്. പിങ്ക് കളറുള്ളത് നല്ല ടേസ്റ്റ് ആണെന്നും കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വെള്ള കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് അടിച്ച് കുടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിങ്ക് നല്ല മധുരമാണെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിങ്കാണോ ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല, പിന്നെ വാങ്ങിയില്ല. ഇനിയിപ്പോൾ നാശമാക്കി കളയണ്ടെന്ന് വിചാരിച്ചു. ഇനി വരുമ്പോൾ ഒരു വട്ടം ഡ്രാഗൺ ഫ്രൂട്ട് ആ പിങ്ക് കളറാണെങ്കിൽ വാങ്ങണം എന്നുണ്ട്. പിന്നെ അതെന്ത് ഈന്തപ്പഴമാണ് കേട്ടോ, ഞാൻ എന്താ ചോദിക്കായിരുന്നു. പിന്നെ മാങ്ങ, പിന്നെന്താ ചോളം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അടുത്തോട്ടെ വാങ്ങാം കേട്ടോ. പിന്നെ ഇപ്പം എങ്ങനെയാണെന്നൊന്നും മാങ്ങയൊക്കെ ഇപ്പം എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിയില്ല, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. എല്ലാം വാങ്ങി പോകാൻ നിൽക്കുമ്പോഴാണ് ബേബി റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നാൽ റംബൂട്ടാനും കുറച്ച് വാങ്ങി. റംബൂട്ടാന് കിലോന് എത്രയാണ്, 200 രൂപ മറ്റെന്തോ ആണ് കേട്ടോ. അപ്പോൾ ബേബിയും വേദുവും അവിടെ ഓടി വന്നു. ഞാൻ പറഞ്ഞു മഴയാണ് വരണ്ട വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പിന്നാലെ ഓടി വന്നു കേട്ടോ അവർ. പിന്നെ വേദുട്ടൻ്റെ ചെറിയ ചുമയുണ്ട്, ഇപ്പോൾ മാറി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി തിങ്കളാഴ്ച തൊട്ടിട്ട് ബാലവാടിക്ക് വിടണം, ഇന്നോട്ടിട്ട് വിടണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല.
പിന്നെ അങ്ങനെ അതൊക്കെ വാങ്ങി അപ്പം തന്നെ കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് റംബൂട്ടാനൊക്കെ അപ്പം തന്നെ കഴിഞ്ഞേ. പിന്നെ ഇത് അമ്മ അടുപ്പിലാണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും വെക്കണത്. ഗ്യാസിൻ്റെ ഒരു പ്രശ്നം കാരണം തന്നെയാണ് കേട്ടോ. അയില നല്ല ഞാൻ മറ്റേതൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാണ്, ഇഞ്ചി ഉണ്ടായിരുന്നില്ല, വെളുത്തുള്ളി മാത്രം ചതച്ചിട്ടൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലോ വറുത്ത മീൻ. വറുത്തു, മീനൊക്കെ എല്ലാം വറുത്തു. അത് കഴിഞ്ഞ് പുളിയിലിട്ടിട്ടാണ് കേട്ടോ കൂട്ടാൻ വെച്ചത്. അങ്ങനെ പുളിയിട്ട അയിലക്കറിയും റെഡിയായി. പിന്നെ ഇതാ വേദു ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇന്ന് ചോറുണ്ട്. ചിലപ്പോൾ 12 മണിയുടെ ഉള്ളിൽ ചോറുണ്ട് കേട്ടോ. ഓരോ ദിവസം ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ്. അപ്പോഴും ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജമന്തി കണ്ടില്ലേ ഗൈസ്, ജമന്തി അല്ല ചെണ്ടുമല്ലി കണ്ടില്ലേ, അതൊക്കെ വീണു. അപ്പോഴാണ് വേദുക്കുട്ടൻ ചാച്ചൻ്റെ പെട്ടിയിൽ നിന്ന് ഈ ഫോട്ടോകൾ, പഴയ ഫോട്ടോകൾ കൊണ്ടുവന്ന് തരുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാണ്. അച്ഛൻ, അമ്മ, ഞാൻ, ഏട്ടൻ, ഞങ്ങൾ 4 പേരും കൂടിയിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വേദുവിനോട് പറയായിരുന്നു ഇത് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയുമോ ചോദിക്കുകയാണേ. അപ്പം അവൻ ചാച്ചൻ, അമ്മമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവനെ മനസ്സിലായില്ല കേട്ടോ. പിന്നെ മാമേനെ അവൻ അങ്ങനെ മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു ഇത് ഞാനാണ്. അപ്പം ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ് ചാച്ചനാണെന്ന് മാത്രം മനസ്സിലായതുകൊണ്ട് കേട്ടോ. ഇത് ഏട്ടനാണ്, ചാച്ചനും അമ്മമ്മയും പിന്നെ എൻ്റെ അച്ചമ്മയും പിന്നെ ഏട്ടനും. അങ്ങനെ അവരുടെ പഴയ ഫോട്ടോ ആ ടൈമിലൊക്കെ ഏട്ടനായ ടൈമിലൊക്കെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അതൊക്കെ അച്ഛൻ ഗൾഫിലുള്ളപ്പോൾ ഉള്ള പഴയ ഫോട്ടോസാണ്. അതൊക്കെ അച്ഛൻ്റെ കയ്യിൽ കുറേ അങ്ങനെ പെട്ടിയിൽ, പഴയൊരു പെട്ടിയുണ്ട്, ആ പെട്ടിയിലോ ഡയറിയിലൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പഴയകാല ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും കേട്ടോ. മുന്നേ ഞാൻ അവനോട് ഇങ്ങനെ ചോദിക്കുന്നൊരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, പഴയ എപ്പോഴോ കേട്ടോ. അപ്പം അങ്ങനെ അന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മ, ഇത് മാമ, ഇത് ചാച്ചൻ, അതുപോലെ തന്നെ അമ്മമ്മ എന്നൊക്കെ പറയട്ടെ. അപ്പം ഞാൻ പറയും ആ കുട്ടിയാണ് ഇപ്പോൾ ഈ വളർന്ന് വലുതായി ഇരിക്കുന്ന ഞാൻ എന്ന് പറയും കേട്ടോ. ഇപ്പോൾ ഓരോ ട്രെൻഡ് ഉണ്ടല്ലോ, ചെറുതിൽ നിന്ന് വലുതായി, ആ ട്രെൻഡ് ഒന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ അത് അച്ഛൻ്റെ അമ്മയുടെയും പഴയ ഫോട്ടോ, ഇത് ഞാൻ മുന്നേ ഒരുപാട് വട്ടം കാട്ടി തന്നിട്ടുണ്ടല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ചോറുണ്ണാൻ പോകുന്ന ടൈമാണ് കേട്ടോ. എല്ലാവരും ചോറുണ്ണായിരിക്കുന്ന ടൈമായി. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ന്യൂസ് കണ്ട്. അപ്പോൾ വേദുവിന് നിന്ന് ഞാൻ ചോറ് കൊടുക്കാൻ വിചാരിച്ചു. ചില ദിവസം നല്ല മുള്ളുള്ള മീനൊക്കെ ആണെങ്കിൽ ഞാൻ അവനെ വായ കൊടുക്കും കേട്ടോ. എനിക്ക് പേടിയാണ് ഇനി മുള്ളിതാവുക. അവൻ സൂക്ഷിച്ചിട്ട് തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും അവൻ പറയും അമ്മ വായ തരുമോ ചോദിക്കും. അപ്പോൾ അവൻ പുറത്തൊക്കെ ഇരുന്നിട്ട് ചാച്ചൻ പുറത്തിരിക്കുന്ന കണ്ടപ്പോൾ അവനും പുറത്തിരിക്കണം, പുറത്തിരുന്നിട്ട് ഫുഡ് കഴിക്കും. പിന്നെ അവനെ ഫുഡ് കഴിക്കുമ്പോൾ ഫോണ് TV ഒന്നും ഇപ്പോൾ അവൻ കാണില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ അവൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ്. അതൊക്കെ അവൻ മാറ്റി. പണ്ട് അവൻ കണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറ്റി. അത് കാരണം എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. പിന്നെ ഇതൊരു വൈകുന്നേരമായിട്ടോ, 3:30 4 മണിയൊക്കെ ആയപ്പോൾ അമ്മ വെറുതെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആരെയോ കണ്ടിട്ട് വർത്താനം പറയണേ, അവരുടെ നായ്ക്കളാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അമ്മ ചായ ഉണ്ടാക്കാൻ പോയി. നല്ല അടിപൊളി പാൽച്ചായയും അതുപോലെ തന്നെ അച്ഛൻ രാവിലെ കൊണ്ടുവന്ന് വന്ന അച്ചപ്പും കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം എന്നൊന്നും ഞങ്ങൾ ചായ ഉണ്ടാക്കാറില്ല. ഈ അച്ഛൻ വന്നുകൊണ്ടാണ് ഇപ്പോൾ ചായ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല. ഞാനും അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കുടിക്കാറുള്ളൂ. ചായ കൂടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ചായി വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇവള് ഈ അച്ചപ്പൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കും. ഇനി ഈ അച്ചപ്പം നല്ലതാ തോന്നുന്നുണ്ട്. അച്ഛൻ ഇവിടുന്ന് ഉണ്ടാക്കണോടത്തുനിന്ന് ഇവിടുന്ന് വാങ്ങിയതാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് കഴിഞ്ഞു ഗൈസ്. വൈകുന്നേരം വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.